അതെ, ഇന്നലെ കോൺട്രാക്ടറിനെ വിളിക്കാന്ന് പറഞ്ഞിട്ട് വിളിച്ചായിരുന്നോ നിങ്ങള്? ഞാൻ അയാളെ രാവിലെ വിളിച്ചിരുന്നു. അപ്പൊ അയാളെന്തോ തിരക്കിലേക്കാണ്, വൈകിട്ട് വിളിക്കാന്ന് പറഞ്ഞിട്ട് പിന്നെ വിളിച്ചില്ല. ഇങ്ങോട്ട് വിളിച്ചില്ല, നിങ്ങൾക്ക് അങ്ങോട്ടൊന്ന് തിരിച്ചു വിളിച്ചൂടെ? സത്യം പറഞ്ഞാൽ ഞാൻ മറന്നുപോയി. മറന്നുപോയോ? അവിടെ പണി കിടക്കുന്നവരെ നിങ്ങൾ ഇവിടെ കയറി ഇരുന്നപ്പോ അങ്ങ് മറന്നുപോയല്ലേ? എന്ത് വർത്താനമാണ് സീതേ നീ പറയണത്? പിന്നെ ഞാൻ അവിടുത്തെ പണിയുടെ കേസൊന്നും മറന്നിട്ടില്ല. നീ 2-3 ദിവസമായിട്ട് ഇതിനെ കുറിച്ച് സംസാരിച്ചിട്ട് പോലുമില്ല. അപ്പൊ ഇപ്പൊ എവിടെ നിന്ന് ഓർത്തെടുത്ത് വന്നിട്ട് നീ ആളാവാൻ നോക്കണം പണിയുടെ കേസും പറഞ്ഞുകൊണ്ട്. ഇപ്പൊ ഞാൻ ആളാവാൻ വേണ്ടി പറയാന്നാണോ പറഞ്ഞത്? അവിടെ പണി കിടക്കുമ്പോ നിങ്ങൾ ഇവിടെ ഇങ്ങനെ ഇരുന്നാ എങ്ങനെയാ ശരിയാവുന്നത്? അവിടെ കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് നടക്കുന്നുണ്ടോ? ജോലിക്കാരൊക്കെ വരുന്നുണ്ടോ? ഇതൊക്കെ അന്വേഷിക്കണ്ടേ? ഞാൻ കൃത്യസമയത്ത് അന്വേഷിക്കുന്നുണ്ട്. നീയാണ് ഉഴപ്പണത്, എന്നിട്ട് നീ എന്നെ കുറ്റം പറയണം. ഞാൻ എന്താ ഉഴപ്പിന്നാ ചേട്ടാ ഈ പറയുന്നത്? ഇപ്പൊ ഞാനല്ലേ ഇത് വന്ന് ചോദിച്ചത്? ഇപ്പൊ ഞാൻ ചോദിച്ചാണല്ലോ കുറ്റം. കൂടുതലൊന്നും ഞാൻ ചോദിക്കായിരുന്നെങ്കിൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ മാറുമല്ലോ. ഞാനൊന്ന് അങ്ങ് പോയേക്കാം. എവിടെ പോണു? അവിടെ നിൽക്ക്. നിങ്ങളോട് സംസാരിക്കുന്നല്ല അടുക്കളയിലോട്ട് പോകുന്നതാ. നീ അവിടെ നിൽക്ക് സീതേ. കഴിഞ്ഞ ദിവസം ആ കോൺട്രാക്ടർ വിളിച്ചപ്പോ അയാൾ പറയാണ് നമ്മൾ ഉദ്ദേശിച്ചോടത്തൊന്നും കാര്യം നടക്കൂലെന്നാണ്. എങ്ങനെ? മനസ്സിലായില്ല. എടീ, ഈ സാധനങ്ങൾക്കൊക്കെ, അതായത് കമ്പിക്കും സിമെന്റിനൊക്കെ അടിക്കടി വില കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഉദ്ദേശിച്ച റേറ്റിൽ നിൽക്കൂല, റേറ്റ് ഇനിയും കൂടാൻ സാധ്യതയുണ്ടെന്നാ പറയണത്. അതെങ്ങനെയാ പറഞ്ഞേ ശരിയാവുന്നേ? ഒരു കാര്യം ചെയ്യാം, അവരോട് പറഞ്ഞേക്ക് ഉള്ള റേറ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ടല്ലോ, ഒരു എസ്റ്റിമേറ്റ് റേറ്റ്, ആ റേറ്റിൽ പണി അങ്ങ് നിർത്തിയേക്കാൻ പറ. കൂടുതൽ പൈസ ഒന്നും കൊടുക്കാൻ ഇവിടുന്ന് ഇല്ലെന്ന് പറ. എന്താ മോളെ കാര്യം? എൻ്റെ അമ്മ ഒന്നും പറയണ്ട. ആദ്യം ഒരു കോൺട്രാക്ടറെ ഏൽപ്പിച്ചു, അയാൾ കണക്കാന്ന് പറഞ്ഞ് വേറൊരാളെ ഏൽപ്പിച്ചു. ഇപ്പൊ അയാൾ അവിടെ എന്തൊക്കെയാ ചെയ്തു കൂട്ടുന്നത് തമ്പുരാന് മാത്രം അറിയാം. ആളുകൾ ചെയ്യൊന്നും പറഞ്ഞു നോക്കിയിരുന്നാ ശരിയാവത്തില്ലേ? പോയി ഒന്ന് ശ്രദ്ധിക്കുകയൊക്കെ വേണം. അച്ഛനിപ്പോ 5-6 ദിവസമായില്ലേ കുഴിപ്പുറത്തേക്കൊക്കെ പോയിട്ട്? അങ്ങോട്ട് പോകുന്നുമില്ല, കോൺട്രാക്ടറെ വിളിക്കുന്നുമില്ല. ആര് പറഞ്ഞു? ഞാൻ കഴിഞ്ഞ ദിവസം കൊണ്ട് വിളിച്ചതാണല്ലോ അയാളെ. അങ്ങനെ വിളിച്ചാൽ മാത്രം പോരാ, ആഴ്ച 2 ദിവസമെങ്കിലും അവിടെ പോയി എല്ലാ കാര്യങ്ങളും ഒന്ന് നോക്കി കാണണം. അപ്പൊ അച്ഛൻ ഇന്ന് പോകുന്ന അച്ഛാ? ഇന്ന് പോവാനൊരു മൂഡില്ല. ഇന്ന് കേശുമായിട്ട് കറങ്ങാൻ പോവാന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ നാളെ പോയിക്കോളാം. ഇതൊക്കെ കേട്ടിട്ട് എങ്ങനെ മിണ്ടാണ്ടിരിക്കും അമ്മേ? കണ്ടില്ലേ പറഞ്ഞത്, അങ്ങോട്ട് പോവാൻ മൂടില്ലെന്ന്. നിങ്ങൾക്കൊന്ന് പൊയ്ക്കൂടെ അങ്ങോട്ട്? ഞാൻ പോകാറുണ്ട്, കാര്യങ്ങൾ അന്വേഷിക്കാറുണ്ട്. പിന്നെ എന്താണ് സീതയെ നീ വർത്താനം പറയണത്? നിന്നെ ഞാൻ അങ്ങോട്ട് പോകുമ്പോ ഞാൻ വിളിക്കുമല്ലോ. അപ്പൊ നീ പറയും ചേട്ടൻ പോയിട്ട് വാ, എനിക്ക് യാത്ര ചെയ്യാൻ പറ്റുന്നില്ല, എനിക്കൊരു മൂഡില്ല എന്നൊക്കെ നീയല്ലേ പറഞ്ഞത്. എന്നിട്ട് ഇപ്പൊ ഡയലോഗ് അടിക്കണം. ഞാനിപ്പൊ അങ്ങോട്ട് കൂടെ വന്നിട്ട് എന്ത് ചെയ്യാനാ? നിങ്ങളല്ലേ അവിടെ പോയല്ലോ ഉത്തരവാദിത്തമായിട്ട് ചെയ്യേണ്ടത്. എല്ലാത്തിനും അഭിപ്രായം ഉണ്ടല്ലോ, അതിനൊരു കുറവുമില്ല. എന്തായാലും നാളെ അങ്ങോട്ട് പോകുന്നുണ്ടല്ലോ, അപ്പൊ എല്ലാ കാര്യങ്ങളും ഒന്ന് ശ്രദ്ധിച്ചാ മതി. എല്ലാ കാര്യവും ശ്രദ്ധിച്ചാ മതി. പക്ഷെ ഇങ്ങേരത് ചെയ്യത്തില്ലല്ലോ. അവിടെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ രവിചാണ്ടിന്റെ അടുത്തും ആ രാഘവൻചാണ്ടിന്റെ അടുത്തും പവർ കട്ട് ഇപ്പൊ എത്ര നേരമുണ്ട്? രാവിലെ ആണോ വൈകുന്നേരമാണോ? ഏതൊക്കെ വീടുകളിൽ സ്വിച്ച് ഓൺ ചെയ്തിട്ടുണ്ട്, ഇട്ടിട്ടുണ്ട്, അങ്ങനെ നാട്ടുകാർ മുഴുവൻ അറിയണമല്ലോ. വീട്ടിലെ കാര്യങ്ങളൊന്നും അദ്ദേഹം ചെയ്യത്തില്ല. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, പറഞ്ഞ സമയത്ത് പറഞ്ഞ കാശിൽ പണി തീർന്നില്ലെങ്കിൽ എന്റെ സ്വഭാവം നിങ്ങൾ ശരിക്കും അപ്പം അറിയും. ഇതിപ്പോ എല്ലാം കൂടി എന്റെ ஒரே ஒரு முட்டை தான் மிச்சம் இருக்கு. ഇന്നലെ ഞാൻ 4 മുട്ട കണ്ടേ. ഇന്ന് നോക്കുമ്പോ 1 മുട്ടയുള്ളെന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവും? അത് 1 മുട്ടയുള്ളെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ബാക്കിയുള്ള മുട്ടയൊക്കെ കഴിച്ചു. ആര് കഴിച്ചു? ആര് കഴിച്ചു എന്നാ? അതെങ്ങനെ ശരിയാവും? എന്തടി പാറു ഇത്? ചുമ്മാ കൊണ്ട് രാവിലെ അടുക്കള കയറുന്നൊരു മുട്ടയ്ക്ക് കണക്ക് പറയുന്നേ. ഫുഡിനൊന്നും കണക്ക് പറയല്ലേ പാറു? എന്ന് ചുമ്മാ ഇറങ്ങിപ്പോയി. അവനവൻ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ അവനവൻ തന്നെ പോയി നോക്കി കണ്ട് ചെയ്യണം. പിന്നെ പ്രധാനപ്പെട്ട കാര്യങ്ങൾക്കൊക്കെ ഇങ്ങനെ മടി പിടിച്ചിരുന്നാലേ പിന്നെ ഒരുപാട് ദുഃഖിക്കേണ്ടി വരും. അല്ല, നമുക്കൊന്നും പറയാൻ പാടില്ലല്ലോ. നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതായിരിക്കും കുറ്റം. என்னம்மா என்னாச்சு? അവസാനം ഇവിടെ കയറി എന്നതുകൊണ്ടാ പണിയൊന്നും നടക്കാത്തതെന്ന് പറയാനും മടിക്കത്തില്ല. മനുഷ്യന്റെ കാര്യമല്ലയോ? അമ്മൂമ്മ കാര്യം തെളിച്ച് പറയാവൂ? എടാ, കുഴിപ്പള്ളത്തെ കാര്യം ആകെപ്പാടെ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുക. അവർക്ക് 2 പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ മടിയാണെന്നും പറഞ്ഞുകൊണ്ട് ബസ്സിൽ കയറാൻ വയ്യാന്നും പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ നടക്കുക. പറ, ബാക്കിയും കൂടെ പറ. എന്താ നിർത്തിക്കളഞ്ഞ്? ബാക്കി പറഞ്ഞ ചേച്ചിയുടെ കൊളുത്തോന്ന് അമ്മമ്മയ്ക്ക് അറിയാം, അതുകൊണ്ടാ ബാക്കി പറയാൻ. அதெல்லாம் விடு லட்சு. இன்னைக்கு காலையில நம்ம அப்பவும் முட்டைக்கறியும் வைக்கலாமா? அல்லைனா நம்ம கிழங்கு கறி வைக்கலாம்.
കുഴിപ്പളത്തിലെ അപ്പാക്ക് കിഴങ്ങ് കറി തന്നെ ரொம்ப പിടിക്കും. അവരുടെ ഇഷ്ടം ഇനി ആരും നോക്കുവൊന്നും വേണ്ട. അറിയാണ്ടി ചില ആൾക്കാർക്കേ അവരിപ്പൊ ഇവിടെ നിൽക്കുന്നത് പിടിക്കുന്നില്ല. കേശുവേ, ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? ഞാൻ എന്തുവാ പറഞ്ഞത് നീ കേട്ടതാന്നേ? ഞാനും കേട്ടായിരുന്നു അമ്മൂമ്മ. ഒന്ന് ചുമ്മാ ഇരി വച്ചേ. അവര് കുഴിപ്പുളത്ത് പോകാത്ത കാര്യത്തെ കുറിച്ച് ഞങ്ങൾ സംസാരിച്ചെന്നുള്ളതേ ഉള്ളൂ. പക്ഷെ അമ്മൂമ്മ പറഞ്ഞതിന്റെ ധ്വനിന്ന് ഞങ്ങൾക്ക് മനസ്സിലായത് എന്താണെന്നറിയോ? അവരിവിടെ നിൽക്കുന്നത് അമ്മൂമ്മയ്ക്ക് വലിയ താല്പര്യമില്ല. ചേച്ചി പതുക്കെ പറയിച്ച് ഇതുപോലെ അവർ കേട്ടോണ്ടെന്ന് കഴിഞ്ഞാൽ അവര് തെറ്റിയിരിക്കും. അപ്പൊ അമ്മൂമ്മ പറഞ്ഞത് അവര് കേട്ടോണ്ട് വന്നാൽ തെറ്റിയിരിക്കത്തില്ലേ? അമ്മൂമ്മ ഇനി അവര് വരുമ്പോഴത്തേക്കും മര്യാദയ്ക്ക് സൂക്ഷ്യം കണ്ടൊക്കെ സംസാരിക്കണം കേട്ടാ. ഓ, ഇനി നിന്റെ അമ്മായിയമ്മ അമ്മായിയപ്പനെയും പേടിച്ച് ഞാൻ ഇനി തുമ്മാനും പാടില്ലേ? ഓഹോ, അമ്മൂമ്മ അപ്പൊ ആ റൂട്ട് പിടിച്ചാണല്ലേ പോണത്? നീയല്ലേ ഇപ്പൊ ആ റൂട്ട് പിടിച്ച് പോന്നേ? രണ്ടുപേരെ റൂട്ട് അത്ര നല്ലതല്ല. അതുകൊണ്ട് ഇത് ഇവിടെ വെച്ച് നിർത്തി കഴിഞ്ഞാൽ വലിയൊരു അടി അങ്ങ് ഒഴിവാകും. എന്ത് പറയണ? അയ്യോ, ഞാൻ ഒന്നിനുമല്ലേ. എന്റെ പ്രാണനും കൊണ്ട് ഞാൻ പടവലത്തെങ്ങാനും പോയി നിന്നോളാം. ഞാനിവിടെ നിൽക്കുന്നല്ലേ ബുദ്ധിമുട്ട്. ഞാനിവിടെ നിന്നാലേ അവരുടെ സ്വസ്ഥതയ്ക്ക് കുഴപ്പമുണ്ടായാലോ? കണ്ട കണ്ട, ഈ രണ്ടും കെട്ട സ്വഭാവമാണ് എനിക്ക് അമ്മൂമ്മയുടെ തീരെ പിടിക്കാത്തത്. നീയല്ലേ രണ്ടും കെട്ട രീതി സംസാരിക്കുന്നത്? ഓ, അപ്പൊ ഞാനാണ് രണ്ടും കെട്ട സ്വഭാവം കാണിക്കണത്. അവരെ കാണുമ്പോഴത്തേക്കും മോളെ സീതേ ജനാദനാന്ന് തികച്ചു വിളിക്കൂലല്ലോ. അവരെ അങ്ങോട്ട് മാറി കഴിയുമ്പോഴത്തേക്കും അമ്മൂമ്മയുടെ സ്വഭാവം മാറും. ഒരെണ്ണം വെച്ചെന്നാലുണ്ടല്ലോ കേട്ടാ. അമ്മൂമ്മ പോട്ടമ്മൂമ്മ വിട്. ഇതിപ്പോ അവരുടെ മുമ്പിൽ ഞങ്ങളെ നാണം കെടുത്തുവല്ലേ. മിണ്ടായി. ஐயோ லெச்சு, அம்மா வந்து வேற ஒன்னும் சொல்லல. அங்க போய் வேலையெல்லாம் பார்க்கணும், அவ்வளவுதான் அம்மா சொன்னாங்க. അയ്യോ, അതൊന്നും അവക്ക് അറിയണ്ട. അവിടെ അമ്മായിയപ്പനും അമ്മായിയമ്മയും പറഞ്ഞില്ലയോ? ഇപ്പം അവിടെ അമ്മായിയപ്പനും അമ്മായിയമ്മയാണ് കാണപ്പെട്ട ദൈവം. അതെ, എന്റെ അമ്മായിയപ്പനാണ് എനിക്കിപ്പൊ കാണപ്പെട്ട ദൈവം. അതിന് അമ്മൂമ്മയ്ക്ക് എന്ത് കുഴപ്പം? അതെ മതി, ഇത് അവര് വല്ലതും കേട്ടോണ്ട് വരും. പ്ലീസ് കേട്ടോണ്ട് വന്നാലെന്താ? എനിക്ക് പറയാനുള്ളത് ആരുടെ മുമ്പിൽ വെച്ചാണെങ്കിൽ ഞാൻ പറയും. അവര് കുഴിപ്പുളത്ത് പോകാതെ ജോലിക്കാർ നോക്കാതെ ഇവിടെ മടി പിടിച്ചിരിക്കുന്നതിനെ കുറിച്ചേ ഞാൻ സംസാരിച്ചുള്ളൂ. അല്ലാതെ വേറെ ഒന്നും ഞാൻ സംസാരിച്ചില്ല. അമ്മൂമ്മയ്ക്ക് ഇപ്പൊ എന്താ വേണ്ടേ? അവരിവിടുന്ന് പോണം, അത്രയല്ലേ ഉള്ളൂ. ശരിയാക്കി തരാം. ഇത് എന്തോന്നാടാ ഇത്? എന്നെ സിദ്ധു, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിനക്ക് മനസ്സിലായോ? ഇങ്ങോട്ട് കൂടുതൽ ചോദ്യം ഒന്നും വേണ്ട. ഞാൻ പറഞ്ഞ കേട്ടാ മതി. നീ എന്തിനാ അച്ഛനമ്മേനൊക്കെ വിളിച്ച് ചോദിക്കാൻ നിൽക്കുന്നേ? ഞാൻ പറഞ്ഞിട്ടൊന്ന് വിശ്വാസമാവുന്നില്ലേ? ആ ആയിക്കോട്ടെ, ശരി. ഞാൻ കുഴിപ്പടത്ത് എത്തിയിട്ട് വിളിക്കാം. ആ എന്ത് കിടിക്കണേ? അളിയനെ വിളിച്ച് തലേണ മന്ത്രം മോദി കൊടുത്തു അല്ലേ? തലേണ മന്ത്രോ? ഞാൻ ആവശ്യമില്ലാത്തൊന്നും പറയണൊന്നുമില്ല. ആവശ്യമില്ലാത്തത്? ഈ പറഞ്ഞതിനകത്ത് എന്തുള്ള ആവശ്യമുള്ളത്? ഈ തല്ലിന്റെ ആവശ്യം എന്താണ്? എന്താണ് ഇതിന്റെയൊക്കെ ആവശ്യം? ഇത് മൊത്തം ആവശ്യമില്ലാത്തല്ലേ? പിന്നെ എന്റെ അമ്മായിയമ്മ കുറ്റം പറഞ്ഞാൽ ഞാൻ മൊത്തം കേട്ടോണ്ടിരിക്കണോ? ആര് കുറ്റം പറഞ്ഞ്? എന്റെ പൊന്നിലെ ചേച്ചി, അമ്മ പറഞ്ഞു തരുന്ന വെച്ചാല് നമ്മുടെ വീടാണല്ലോ അവിടെ പണിയുന്നത്. അപ്പൊ അവരിവിടെ കയറി നിന്ന് കഴിഞ്ഞാല് പണിക്കാരാണ് പണിയുന്നതെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പണിയേണ്ട സാധനം നമ്മുടെ നോട്ടം എത്തിയില്ലെങ്കിൽ ഇങ്ങനെ പണിഞ്ഞു വെക്കും. മനസ്സിലായോ? അതൊന്നും അല്ല പ്രശ്നം. എടാ, സംതിങ് ഫിഷി വിത്ത് അമ്മുമ്മ. അമ്മുമ്മയുടെ പഴയ സ്വഭാവം ഒന്നും അല്ല ഇപ്പോ. സ്വഭാവത്തിന് എന്തൊക്കെയോ മാറ്റങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് തോന്നണതേ, ഒരു വീടിന്റെ അകത്ത് ഒരുപാട് ആൾക്കാരെ കാണുന്നത് അമ്മുമ്മയ്ക്ക് അത്ര പിടിക്കുന്നില്ലെന്ന് തോന്നുന്നുണ്ട്. നീ ശ്രദ്ധിച്ചില്ല ആ ഒരു മാറ്റം? വല്ലാണ്ട് ഞാൻ ശ്രദ്ധിക്കുന്നു. അത് മാത്രമല്ല, കുഴിപ്പളത്തെ അച്ഛന്റെ അടുത്തും അമ്മയുടെ അടുത്തും അമ്മുമ്മയ്ക്ക് എവിടെയോ ചെറിയൊരു നീരസം കിടപ്പുണ്ട്. അതൊക്കെ പറയാനുണ്ടോ? ഇതെല്ലാം കേട്ടോണ്ട് അമ്മൂമ്മ ഒരു കാരണം അടിച്ച് പോയിക്കും. ചേച്ചിയുടെ ഇപ്പോഴത്തെ പ്രശ്നം, ചേച്ചി ഇങ്ങനെ ആലോചിച്ച് വലിയൊരു കൊട്ടാരം പണിഞ്ഞെങ്കിൽ വെക്കും. ആ പോടെ, മനുഷ്യയുടെ വേറെ പരിപാടിയുണ്ട്. കൊട്ടാരം പണിഞ്ഞ് വെക്കും. കൊട്ടാരം പണിഞ്ഞു വേണ്ട. അതെ, എന്നെ ഇവിടെ വിളിച്ചു വരുത്തി ഇരുത്തിയിട്ട് ഒരു 5-10 മിനിറ്റായി. കാര്യം എന്താന്ന് ഇതുവരെ പറഞ്ഞില്ല. ഇതിന് മാത്രം എന്താ ഈ ആലോചിക്കണേ? കാര്യമുണ്ട്. എന്താ? സീതേ, ഞാനേ മാർക്കറ്റിൽ പോയിട്ട് കുറച്ച് മട്ടൻ മേടിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് മട്ടൻ സൂപ്പ് കഴിച്ചാൽ എങ്ങനെ ഉണ്ടാവും? ഇപ്പൊ കർക്കിടകമാണ്, മട്ടൻ സൂപ്പ് ശരീരത്തിന് ബെസ്റ്റ് ആയിരിക്കുള്ളൂ. എൻ്റെ വായിരിക്കൊന്നും കേൾപ്പിക്കല്ലേ ഏട്ടാ. നിങ്ങൾ എന്നെ വിളിച്ചിരുത്തി ഇത്ര ആലോചിക്കുന്ന കണ്ടപ്പോഴത്തേനും വീട് പണിയുടെ കാര്യം എന്താ പറയാനാന്നാ വിചാരിച്ചത്. സൂപ്പ് വീട് പണി അത് പണിക്കാർ നോക്കിക്കോളൂ സീതേ. കോൺട്രാക്ടർക്ക് ചോദിക്കുമ്പോൾ കൃത്യമായിട്ട് നമ്മൾ പൈസയും കൊടുക്കുന്നുണ്ട്. പിന്നെന്താ, മട്ടൻ സൂപ്പ് നമ്മൾ തന്നെ ഉണ്ടാക്കണം, എന്നാലേ കഴിക്കാൻ പറ്റുള്ളൂ.
ഇതെങ്ങനെ സാധിക്കും കേട്ടോ ഇങ്ങനെയൊക്കെ പറയാൻ? നിസ്സാര പണിയുള്ളൂ. കുറച്ച് വെളുത്തുള്ളി, കുറച്ച് അതിന്റെ അനുസാരികൾ, ഇതൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ മട്ടൻ സൂപ്പായി. എന്റെ ദൈവമേ, നിങ്ങളൊക്കെ എന്തോ പറയാനാ എന്റെ ചേട്ടാ. ആ ചേട്ടാ, ആ അല്ല ചേട്ടൻ എന്തായാലും ഈ പരിസരത്തിന് ഉണ്ടാവില്ലേ? ഞാൻ ഒരു മണിക്കൂറിന് ശേഷം ഞാൻ വിളിക്കാം, അന്നേരം വന്നാൽ മതി. ഓ ആയിക്കോട്ടെ, ശരി. കുട്ടിപ്പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ +971 5263 10876. ആരാ മോളെ? അത് ഇവിടെ സ്ഥിരം ഓട്ടോ വിളിക്കുന്ന ഓട്ടോ ചേട്ടനാ. നീ എവിടെ പോണിപ്പം? അയ്യോ ഞാനല്ല പോകുന്നേ, നമ്മൾ ഒരുമിച്ചാ പോകുന്നേ. നമ്മളിവിടെ പോവാ? കുഴിപ്പള്ളത്ത്. കുഴിപ്പുളത്തോ? ആ കുഴിപ്പള്ളത്ത്, അവിടെ വീട് പണിയൊക്കെ നടക്കുവാണല്ലോ. ഒരു കാര്യം ചെയ്, അച്ഛനും അമ്മ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്തു. അല്ല മോളെ, നമ്മള് പോവാണെങ്കിൽ വൈകിട്ട് ഇങ്ങോട്ട് തിരിച്ചു വരൂലേ, പിന്നെ എന്തിനാ ഡ്രസ്സ്? അല്ല നമ്മള് പോയി കഴിഞ്ഞാൽ തിരിച്ചു വരേണ്ട ആവശ്യമില്ലല്ലോ, നമുക്ക് അവിടെ തന്നെ അങ്ങ് നിക്കാം. ഇവളെന്തൊക്കെയാ പറയുന്ന ചേട്ടാ? അല്ല അവിടെ എവിടെ നിക്കാനാ? ഇച്ചിരി പൊടിയുടെ പ്രശ്നം ഉണ്ടെന്നല്ലേ ഉള്ളൂ. അവിടെ വേറെ 2 മുറി അടച്ചിട്ടിട്ടുണ്ടല്ലോ, നമുക്ക് അതിന്റെ അകത്ത് കയറാം. എന്നിട്ട് ആവശ്യത്തിനനുസരിച്ച് പുറത്തിറങ്ങിയാ പോരെ. അത് ശരി, പക്ഷെ എന്നാലും നമ്മളെങ്ങനെ ഭക്ഷണം കഴിക്കണ്ടേ? ഭക്ഷണം നമുക്ക് ഓർഡർ ചെയ്യാലോ അച്ഛാ. രാവിലെ പിന്നെ നമ്മൾ പൊതുവെ അങ്ങനെ അധികം ഒന്നും കഴിക്കില്ലല്ലോ. ഉച്ചയ്ക്ക് നമുക്ക് എന്തെങ്കിലും ഊണ് എന്തെങ്കിലുമൊക്കെ ഓർഡർ ചെയ്യാം, അങ്ങനെ എന്തെങ്കിലും ചെയ്യാം. ഇനിയിപ്പോ അവിടെ നിൽക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് ചെറിയ പൈസക്ക് വല്ല വാടക വീട്ടിലോ, അല്ലെങ്കിൽ അച്ഛന്റെ ഒരു സുഹൃത്തുണ്ടല്ലോ അവിടെ, രാമേന്ദ്രൻ. രാമേന്ദ്രൻ സാറിന്റെ വീട്ടിൽ നിൽക്കാലോ. സാറന്ന് പറഞ്ഞായിരുന്നല്ലോ. അല്ല, രാമേന്ദ്രൻ എന്നോട് അവിടെ നിൽക്കാൻ എന്നെ നിർബന്ധിക്കുകയും ചെയ്തു. പക്ഷെ നമ്മൾ നിൽക്കുക എന്ന് പറഞ്ഞത് അവർക്ക് അത് ലാസ്റ്റ് ഒരു ബുദ്ധിമുട്ടാവും. അതുകൊണ്ടാണ് ഞാൻ വേണ്ടാന്ന് പറഞ്ഞത്. അല്ല, അതിന് ബുദ്ധിമുട്ടെന്ന് പറയാൻ അവര് ഭാര്യയും ഭർത്താവല്ലേ ഉള്ളൂ. പിന്നെ ഉള്ളത് പറയാലോ, ഈ കുടുംബക്കാരുടെ ഒക്കെ വീട്ടിൽ നിൽക്കുന്നേക്കാൾ നല്ലത് സുഹൃത്തുക്കളുടെ വീട്ടിൽ നിൽക്കുന്നതാണ്. അല്ല, അത് ഒരു കണക്കിന് ശരിയാണ്. പക്ഷെ ഇതിപ്പോ പെട്ടെന്ന് ഇടിപിടിയോന്ന് പറഞ്ഞു പോകുമ്പോഴത്തേക്കേ. അല്ലമ്മ, പിന്നെ അച്ഛനും പറഞ്ഞല്ലോ വീട് പണിയും മൊത്തത്തിൽ അവിടെ ആകപ്പാട് കുഴഞ്ഞു മറിഞ്ഞു കിടക്കുവാണെന്നൊക്കെ പറഞ്ഞല്ലോ. അല്ല ലച്ചു, എന്തെങ്കിലും കുഴപ്പമുണ്ടോ? എന്തു കുഴപ്പം? എന്റെ അച്ഛൻ ലക്ഷങ്ങൾ മുടക്കിയുള്ള പണിയല്ല അവിടെ നടക്കണേ. അപ്പൊ നമ്മുടെ കണ്ണ് എപ്പോഴും അവിടെ വേണ്ടേ? അല്ല, പറഞ്ഞാലും കാര്യമുണ്ട്. ശരിയാണ്. എന്നാ പിന്നെ ഡ്രസ്സും സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് നമുക്ക് ഇറങ്ങാം. என்ன லட்சம் இது இவ்வளவு சீக்கிரம் போகணும்னெல்லாம் சொன்னா? மெதுவா சாப்பாடெல்லாம் சாப்பிட்டுட்டு மத்தியானத்துக்கு அப்புறம் போலாமே. അയ്യോ അത് പറ്റൂല. സാപ്പാടൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ക്ഷീണമാവും, പിന്നെ റെസ്റ്റ് എടുക്കും, പിന്നെ വൈകുന്നേരം ആവും ചായ കുടി, പിന്നെ രാത്രിയിലത്തെ ഭക്ഷണം ശരിയാവില്ല. പിന്നെ അങ്ങ് നീണ്ടു പോകും. നമുക്ക് ഇന്ന് തന്നെ പോവാം. അല്ല, പെട്ടെന്ന് അങ്ങനെ പോവാന്നൊക്കെ പറഞ്ഞ അമ്മൂമ്മ ചുമ്മാ ഇടപെട്ട് മുടക്കല്ലേ. ലക്ഷങ്ങൾ മുടക്കിയുള്ള പണിയാ. ഞാൻ പറഞ്ഞില്ലേ വീട് പണി മുടങ്ങും. അല്ല, പറഞ്ഞാലും കാര്യമുണ്ട്. ഉണ്ട്. അല്ല, സിദ്ധുവിനെ വിളിച്ചായിരുന്നോ മോളെ? അയ്യോ, സിദ്ധുവിനെ ഞാൻ ആദ്യമേ വിളിച്ചു പറഞ്ഞായിരുന്നു. അപ്പൊ സിദ്ധു പറഞ്ഞു അന്ന് ഇവിടെ നിക്കണ്ട, പെട്ടെന്ന് തന്നെ പൊക്കോളാൻ പറഞ്ഞു. അവനങ്ങനെ പറഞ്ഞാ? എന്നാ പിന്നെ പോവല്ലേ? അപ്പൊ ഞങ്ങൾ റെഡി ആയിട്ട് വരാം. ചേച്ചി, ഇത് ഭയങ്കര മോശമാണ് കേട്ടോ. ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. അമ്മൂമ്മ പറഞ്ഞു തന്നിരുന്നു വെച്ചാല് അവരിവിടെ നിന്ന് കഴിഞ്ഞാൽ അവിടെ ഉള്ള പണി അവതാളത്തിലാവും. അതുകൊണ്ട് അവരുടെ അടുത്ത് പോയിന്ന് നോക്കിയിട്ട് വരാൻ പറ എന്നാണ് ഉദ്ദേശിച്ചത്. ചേച്ചി ചുമ്മാ ഇത് മനഃപൂർവ്വം ഓവറാക്കിയാണ് കേട്ടാ. അല്ല, നെഗറ്റീവായിട്ട് തന്നെയാ പറഞ്ഞത്. അവരിവിടെ നിൽക്കുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമല്ലെന്നേ. മോൾ അവിടെ ചെന്നേ ഉടനെ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കണേ. ചേച്ചിയുടെ കാര്യം കഷ്ടം തന്നെ. അമ്മൂമ്മയുടെ സെയിം സ്വഭാവം. എന്തെങ്കിലും ചെറിയ കാര്യം കിട്ടിക്കഴിഞ്ഞാൽ ഊതി പെരുപ്പിച്ച് വലുതാക്കും. അതെ, പ്രായത്തിലുള്ള സംസാരമൊക്കെ മതി കേട്ടാ. കൂടുതൽ നാക്കെടുത്താലേ മുളക് പൊട്ടിച്ച് ചുട്ടത്ത് കേൾക്കും. ഞാൻ നോക്കൂ, ഞാൻ ഇവിടെ നിൽക്കുന്നില്ല. என்ன லட்சம் இது இவ்வளவு சீக்கிரம் அம்மாவும் அப்பாவும் எல்லாம் கிளம்புறதுன்னா ரொம்ப கஷ்டம் தானே. എന്റെ അമ്മായിയമ്മയും അമ്മായിയപ്പനും ആർക്കും എവിടെയും ഒരു ബാധ്യതയായിട്ടിരിക്കാൻ ഞാൻ സമ്മതിക്കൂല. സാധനം എല്ലാം എടുത്തല്ലോ അല്ലേ? ലച്ചുവേ, ലച്ചു റെഡിയായോ? ആ മതി വരുന്നേ. അമ്മയ്ക്ക് എന്ത് ചെയ്യുന്നു? അമ്മേ, ഭവാനിയമ്മേ, ഞങ്ങളെന്നാ ഇറങ്ങിയേക്കുവാ. അല്ല, നിങ്ങളിങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ പോകുമെന്ന് സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചില്ല.
2 ദിവസമൊക്കെ ഇവിടെ നിന്ന് എല്ലാം ഒന്ന് ആലോചിച്ചിട്ട് തീരുമാനിച്ചു പോകുമെന്നാണ് ഞാൻ വിചാരിച്ചത്. ആലോചിച്ച് തീരുമാനിച്ച് പോവാനാണെങ്കിലേ ഇന്ന് പോക്കൊന്നും നടക്കൂല, ഇവിടെ തന്നെ അങ്ങ് നിക്കത്തേ ഉള്ളൂ. എന്റെ അമ്മൂമ്മ ഇത് ചില്ലറ പരിപാടിയൊന്നുമല്ല, വീട് പണിയാണ്. ഫോർ എക്സാമ്പിൾ, പടവലത്ത് ഇപ്പൊ വല്ല ഓടോ വല്ല മരം എന്തെങ്കിലുമൊക്കെ വെട്ടാനുണ്ടെങ്കിൽ അമ്മൂമ്മ ഓടിച്ചാടി അങ്ങോട്ട് പോവില്ലേ? അതുപോലെ തന്നെയാ ഇതും. മനസ്സിലായില്ലേ? ഇതുകൊണ്ടാണ് ഞങ്ങൾ പോകാന്ന് വെച്ചത്. പിള്ളേരൊക്കെ എന്തിയമ്മേ? ഇവിടെ ഉണ്ടായിരുന്നു. കേശുവേ, പാറു, അയ്യോ, പിള്ളേരോടൊക്കെ യാത്രയൊക്കെ പറഞ്ഞിട്ട് പോവാൻ നിൽക്കുവാണെങ്കിൽ ഇന്ന് പോക്ക് നടക്കൂല. അപ്പൊ പോവാം. നീ എന്തോ ലച്ചു ഇങ്ങനെ സംസാരിക്കുന്നേ? ഇത്രയും ദിവസം ഇവിടെ വന്നതല്ലേ? പിള്ളേരോട് മിണ്ടാതെ പറയാതെ അങ്ങ് ഇറങ്ങി പോകാൻ പറ്റുമോ? അയ്യോ, അതങ്ങനെയാ. ചില സമയത്തേ ലച്ചു ഒരു വിവരം ഇല്ലാത്ത പോലെ സംസാരിക്കത്തുള്ളൂ. ചില സമയത്തൊന്നല്ല, എല്ലാ സമയത്തും അങ്ങനെ തന്നെയാ, അല്ലേ ലച്ചു? അച്ഛൻ തമാശ പറഞ്ഞെങ്കിൽ നമുക്ക് പോവാം. നീ എന്തിനാ ഇങ്ങനെ ധൃതി പിടിക്കണത്? ഞങ്ങൾ അവരെയൊക്കെ കണ്ടൊന്ന് യാത്ര പറയട്ടെ. ആ, അത് തന്നെ. ഈ ധൃതി ഒന്നും നേരത്തെ കണ്ടില്ലല്ലോ നിനക്ക്. എത്ര വട്ടം പറഞ്ഞതാ ഇവിടുന്ന് വാടക വീടിന്റെ കാര്യം മാറുന്ന കാര്യമൊക്കെ. അപ്പൊ ഇവിടെ തന്നെ നിന്നാ മതിയെന്ന് തന്നെയാ പറഞ്ഞത്. ഇന്ന് രാവിലെയും കൂടെ സംസാരിച്ചല്ലേ അച്ഛൻ, അപ്പോഴും ഒന്നും പറയാനില്ല. ഇതിപ്പോ പെട്ടെന്ന് വന്നിട്ട് മാറ് പോവാം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് ആ വന്നല്ലോ. പോയി ഇറങ്ങിയല്ലേ ചേച്ചി? ഒന്നുകൂടെ ആലോചിച്ചിട്ട് പോരെ? ഞാൻ ഒരു കാര്യം പറയട്ടെ, എന്തായാലും കുഴിപ്പാളത്തെ വീട് പണി കഴിയുമ്പോഴത്തേക്ക് ഇവിടെ അങ്ങോട്ട് പോകണം. ആ സമയത്ത് ചിലപ്പോ ഇതിനും വിഷമമായിരിക്കും. അതിനും നല്ലത് ഇപ്പോഴേ പോണതല്ലേ. കേശു, വിഷമിക്കണ്ടടാ. അച്ഛനെ അവിടെ വലിയൊരു വാടക വീട് കിട്ടുമെന്ന് നോട്ടെ, നമുക്ക് എല്ലാവർക്കും കൂടി അവിടെ താമസിക്കാം. അങ്ങനെ എന്തെങ്കിലും ചെയ്യണോ അച്ഛാ? എനിക്കാണെങ്കിൽ കരച്ചില്. எனக்கு ரொம்ப வருத்தமா இருக்கு. நீங்க திடீர்னு அங்கெல்லாம் போறேன்னு சொல்லும்போது, இந்த பாருங்க, அங்க கிச்சன் எல்லாம் ரெடி ஆகலைல்ல. எனக்கு ஆனா இந்த வெளியில அடுப்பெல்லாம் கூட்டி சமைக்க நல்லா தெரியும். நான் ஒன்று செய்கிறேனே, நான் உங்க கூட வந்துட்டு உங்களுக்கு வேண்டதெல்லாம் சமைச்சு கொடுக்குறேன். என்ன சொல்றீங்க? പോരെ, ധൈര്യമായിട്ട് പോരെ. കനകത്തിന് അടുപ്പ് കൂട്ടാൻ തണല് പോരെ. ഞങ്ങളുടെ അവിടെ വലിയൊരു പുളിനിപ്പുണ്ട്, അത് ഭയങ്കര തണലാ. എത്ര അടുപ്പ് വേണേലും കൂട്ടാ, അല്ലേ സീതേ? ഞാൻ ചുമ്മാ തമാശ പറഞ്ഞാണ് കേട്ടോ. എന്തായാലും ഇത്രയും നാൾ ഇവിടെ നിന്നതല്ലേ, നിങ്ങൾ ഒരാഴ്ച കൂടി ഇവിടെ നിന്നിട്ട് അടുത്ത തിങ്കളാഴ്ച മറ്റോ പോയാൽ മതി. ഓഹോ, അപ്പൊ അടുത്ത തിങ്കളാഴ്ച ഇവിടെ നിന്ന് പോണെന്ന്. അതിനും നല്ലത് ഇപ്പോഴേ പോണതല്ലേ അമ്മ, നമുക്ക് പോവാം. അച്ഛാ, അമ്മ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങോട്ട് വരണേ. വരാടാ. എന്നാ പിന്നെ പോവല്ലേ? ഞാനൊന്ന് യാത്ര പറഞ്ഞോട്ടെ എന്റെ ലച്ചു. വരുവാ, പോയിട്ട് വരട്ടെ അമ്മേ. ഇടയ്ക്കിടയ്ക്കൊക്കെ വിളിക്കണേ. എന്തായാലും ഞങ്ങളവിടെ ചെന്നിട്ട് ഒരു 2 ദിവസം കഴിയുമ്പോൾ ഇങ്ങോട്ട് ഇറങ്ങുന്ന രീതിയിൽ എന്തെങ്കിലും നോക്കാം. ആർക്കുട്ടി മിടുക്കി ആയിട്ടിരിക്കണം. പടമൊക്കെ വരച്ചിട്ട് കൊടുപ്പളത്തമ്മയ്ക്ക് അയച്ചു തരണം. കേശുട്ടാ, പോയിട്ട് വരട്ടെ. കനകം, പോയിട്ട് വരട്ടെ. കേശു, ശരിടാ. ചേച്ചി പോടെ. എന്നാലും ലച്ചു இப்படி செய்வான்னு நான் கனவுல கூட எதிர்பார்க்கல. നിങ്ങൾ വന്നേ പിള്ളേരെ, വാ യേശുവേ, വാ വന്നേ. ആ ഓട്ടോ വന്നില്ലല്ലോ. ഓട്ടോ പോരും. വിളിച്ചു നോക്കിയായിരുന്നു അവരെ. സീതേ, ഒന്ന് നിന്നെ ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. ഓ, പുറകേന്ന് വിളിച്ച് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അകത്ത് തന്നെ പറഞ്ഞാ പോരായിരുന്നോ? എന്തോ അമ്മേ പറ. സീതേ, നിങ്ങൾ വിചാരിക്കുന്ന പോലല്ല എന്റെ കൊച്ചുമോള്, സാമർത്ഥ്യക്കാരിയാ. വെറും സാമർത്ഥ്യക്കാരിയല്ല, അതിസാമർത്ഥ്യക്കാരി. അത് ഞങ്ങൾക്ക് അറിയാലോ. നിങ്ങൾ അറിഞ്ഞൊന്നും അല്ല സത്യം, അതുക്കും മേലെ ചേച്ചി. കഴിഞ്ഞോ? പറഞ്ഞു കഴിഞ്ഞോ? നിങ്ങൾ പറയാനുള്ളതൊക്കെ ഞാൻ കേൾക്കുകയും ചെയ്ത്. ഇനി അങ്ങോട്ട് പോക്കോട്ടെ. എന്താ അമ്മേ കാര്യം എന്താന്ന് വെച്ചാ പറ. നിങ്ങളെ കൊണ്ടേ ഇപ്പൊ ഇങ്ങനെ ചാടി പുറപ്പെടുന്നതിന്റെ കാര്യം എന്താ നിങ്ങൾ ചിന്തിച്ചോ? അമ്മ അവള് പറഞ്ഞാലും കാര്യമില്ലേ. ഞങ്ങൾ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ അവിടെ പണി മര്യാദയ്ക്ക് നടക്കുന്നുണ്ടോ നമുക്ക് അറിയാൻ പറ്റുമോ? ഇപ്പൊ തന്നെ എന്തോരം പൈസ ചെലവായെന്നറിയാവോ? ചേട്ടനാണ് അങ്ങോട്ട് പോവാൻ ഭയങ്കര മടിയും. ഇത്രയും ദൂരെ യാത്ര ചെയ്യാൻ ഇത്രയും മടിയുള്ളൊരു മനുഷ്യൻ. അത് മറ്റൊന്നും കൊണ്ടല്ല, പഴയ പോലെ യാത്ര ചെയ്യാനൊന്നും എനിക്ക് വയ്യ. പണ്ട് ചെറുപ്പത്തിലേക്ക് ഞാൻ വയനാട് ഇടുക്കിയിലൊക്കെ കണ്ട മലയും കുന്നൊക്കെ കയറി ഇറങ്ങുമായിരുന്നു. അന്നത്തെ ഈ മാധവൻ സാറ് എന്നെ വിളിച്ചിരുന്നത് എന്താണെന്നറിയാമോ? സഞ്ചാരി ജനാർദ്ദനെന്ന്. അത് അല്ല, നിങ്ങളെന്താ ആരും ചിരിക്കാത്തത്? ഇപ്പം അതിന് പറ്റിയ ഒരു സാഹചര്യം അല്ലല്ലോ എന്റെ പൊന്നു കുഴപ്പമുള്ള തച്ചോ. സിറ്റുവേഷൻ മാറിപ്പോയല്ലേ?
എങ്ങനെ സിറ്റുവേഷൻ മാറായിരിക്കും. ചില ആൾക്കാർ ഒരു കാര്യമില്ലാത്ത കാര്യം ഊതിപ്പെരിപ്പിച്ച് ഭയങ്കര വലിയ സംഭവമാക്കിയിട്ട് എല്ലാവരുടെയും മാനസികാവസ്ഥ തന്നെ മോശമാക്കി വെച്ചേക്കുമല്ലേ. എന്തുവാ നിങ്ങൾ ഈ പറയുന്നത്? ഒന്നും മനസ്സിലാവുന്നില്ല. ഒരു കുഴപ്പമില്ല, ബാ പോവാ. അയ്യോ, നിന്റെ അമ്മയും കൊണ്ട് പെട്ടെന്ന് പൊക്കോ. ചിലപ്പോ ഇവിടെ വന്നാ ഞങ്ങൾ പിടിച്ച് തിന്നാലോ. എന്താ അമ്മേ, ഇതിനിടയ്ക്ക് വേറെ വല്ല പ്രശ്നമുണ്ടോ നിങ്ങൾ തമ്മില്? വേറൊരു പ്രശ്നം ഇല്ലായിരുന്നു, പക്ഷെ ചില ആൾക്കാരെ ഉണ്ടാക്കിയത്. എന്താ പ്രശ്നം? നീ കാര്യം പറ. ഞാൻ പറയാം. ഓ, അമ്മൂമ്മ പറഞ്ഞൊക്കെ ഞാൻ കേട്ടായിരുന്നു. നീ ബാക്കിയുള്ളവരോടും കൂടെ പറഞ്ഞ അവരെയും കൂടെ വിഷമിപ്പിക്കും. உனக்கு மட்டுமா வருத்தம், எங்களுக்கும் இருக்கு வருத்தம். അതിന് ചേച്ചിക്ക് ഒരു വിഷമവും ഇല്ലല്ലോ. കൊച്ചേ, ലച്ചുവേ ഒന്നും മിണ്ടായിരുന്നേ. അമ്മ കാര്യം എന്താന്ന് വെച്ചാ പറഞ്ഞേ. എന്റെ പൊന്നു സീതെ, നിങ്ങളോടുള്ള സ്വാതന്ത്ര്യം കൊണ്ട് ഞാൻ അവിടെ നിന്ന് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു. നിങ്ങൾ കുഴിപ്പുളത്ത് പോകുന്ന കാര്യമൊക്കെ ഞാൻ ഇങ്ങനെ സംസാരിച്ചു. കുറ്റം പറഞ്ഞു. കുറ്റമൊന്നുമല്ല പറഞ്ഞത്. അമ്മ പറയട്ടെ, അമ്മ പറ. കുറ്റമൊന്നും അല്ല പറഞ്ഞത്, ഞാൻ കാര്യം പറഞ്ഞു. ആ കാര്യം പറഞ്ഞത് കേട്ടോണ്ട് വന്നതിന്റെ കലാപരിപാടികളാണ് ഇവിടെ അരങ്ങേറിയത്. കുഴപ്പമില്ല, ഞാൻ പറയാം. അതായത് സംഭവം എന്തെന്ന് വെച്ചാല് വലിയ വലിയ കുറ്റമായിട്ടൊന്നുമല്ല പറഞ്ഞത്. അതായത് ഇപ്പൊ നിങ്ങൾ ഇവിടെ തന്നെ കയറി നിന്ന് കഴിഞ്ഞാല് അവിടെ പണിക്കാരാണല്ലോ പണിയെടുക്കുന്നത്. അവർ മാത്രം പണിയെടുത്താൽ ശരിയാവില്ലല്ലോ. അമ്മ എങ്ങനെയെങ്കിലൊക്കെ തോന്നുന്ന കെട്ടിവെക്കും. നമ്മളവിടെ പോയി നമ്മുടെ ഒരു സൂപ്പർവിഷൻ വേണ്ടേ? അങ്ങനെ നിങ്ങൾ പോകാതെ ഇവിടെ മടി പിടിച്ചിരുന്നാൽ ശരിയാവില്ല എന്ന് അമ്മൂമ്മ പറഞ്ഞു. അത് ചേച്ചിക്ക് പിടിച്ചില്ല. അത്രേ ഉള്ളു കാര്യം. ഇതൊക്കെ പറയുന്ന കേട്ടോണ്ടാണ് എവള് വന്നത്. എവള് വന്നിട്ട് അത് എവൾക്കുള്ള രീതിയിൽ അവള് വളച്ചൊടിച്ചു എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇഷ്ടമല്ല നിങ്ങൾ ഇവിടെ നിൽക്കുന്നേന്നാക്കി. എന്റെ സീതെ, നിങ്ങൾ ഇവിടെ നിൽക്കുന്നതിന് നിങ്ങളോട് എന്തെങ്കിലും ഇഷ്ടക്കേട് ഞാൻ കാണിച്ചിട്ടുണ്ടോ? ഇടയ്ക്കിടയ്ക്ക് അവിടെ പോയി അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് തിരിച്ചു വരണമെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. ആ പറഞ്ഞതിനകത്ത് തെറ്റുണ്ടോ? അതിനെനിക്ക് എന്റെ കൊച്ചുമോടെ കയ്യിൽ നിന്ന് കണക്കിന് കിട്ടി. പിന്നെ ഇത് ഇടയ്ക്കിടയ്ക്ക് എനിക്ക് കിട്ടുന്നതായതുകൊണ്ടേ എനിക്ക് വലിയ സംഭവമൊന്നുമില്ല. എന്തായാലും നിങ്ങൾ പോയിട്ടൊക്കെ വാ. എന്നാ ബാ പോവാ. എങ്ങോട്ട്? കുഴിപ്പുറത്തേക്ക്. നീ ഒന്ന് അടങ്ങ്, ഞാനൊന്ന് ആദ്യം സംസാരിക്കട്ടെ. അല്ലമ്മ, അത് അമ്മൂമ്മ അച്ഛനും അമ്മനും കുറ്റം പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ നിങ്ങളുടെ മാനം കാക്കാൻ വേണ്ടിയല്ലോ അങ്ങനെയൊക്കെ പറഞ്ഞു. നീ ഞങ്ങളുടെ മാനം കാത്താണോ ഇപ്പൊ കണ്ടത്? ഇതിപ്പോ ഞങ്ങളുടെ മാനം കളഞ്ഞ പോലെ ആയില്ലേ? ലച്ചു, നീ ഇത്ര നേരം ഞങ്ങളെ പൊട്ടനാട്ടം കാണുന്ന പോലെ വേഷം കിട്ടുകയല്ലേ ചെയ്തത്? ഒരു കാര്യം അറിയാൻ മേതല്ല ഇത്ര നേരം നമ്മൾ ഇരുന്നത്. ഇപ്പൊ ഞങ്ങൾ പോയിരുന്നെങ്കിലോ? അമ്മ പറഞ്ഞില്ല എന്ത് തെറ്റാ ഉള്ളത്? വല്ലപ്പോഴും ആ വീട്ടിൽ പോയി അവിടെ എന്താ നടക്കുന്നതെന്നെങ്കിലും നോക്കണ്ടേ? ഇങ്ങേറെ മടി കാരണം പോവാതിരിക്കുന്നതല്ലേ? ആ പറഞ്ഞതിനെ നല്ല രീതിയിൽ എടുക്കാതെ ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി ഒരു കാര്യവും ഞങ്ങളോട് പറഞ്ഞ് ഞങ്ങളെയും വിളിച്ചങ്ങ് ഇറങ്ങി പോയേക്കുവാ. ഇപ്പൊ പോയിരുന്നെങ്കിലോ എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടായാണ് കുടുംബത്തില്? നീ ഒരു കാര്യം ചെയ്, എന്തായാലും ഒരുങ്ങി കെട്ടി ഇറങ്ങിയതല്ലേ, കുഴപ്പളത്ത് പോയി അവിടെ പണി എന്തൊക്കെയാന്ന് അറിഞ്ഞിട്ട് വന്നാ മതി. നീ ഒറ്റയ്ക്ക് തന്നെ വാമേ. പാറക്കുട്ടി വാ. ഇവിടെ ഒരു പിണക്കം. അച്ഛ, എന്റെ കൂടെ പോരുന്നോ കുഴിപ്പളത്തേക്ക്? മോളെ അവിടെ ചെല്ലുമ്പോഴേ സിമന്റ് എത്ര ചാക്ക് ബാലൻസ് ഉണ്ടെന്ന് ഒന്ന് എണ്ണി വെക്കണേ. അത് കൂടാതെ കമ്പി കട്ടയൊക്കെ അവിടെ ചെതറി കിടപ്പുണ്ടാവും. അതെല്ലാം ഒന്ന് പിറക്കി കൂട്ടി ഒരു മൂലൊക്കെ സൈഡിലാക്കി വെച്ചേക്കണം കേട്ടോ. മറന്നു. അപ്പൊ ശരി. എന്തൊരു കഷ്ടമാണിത്. അമ്മായിയമ്മയുടെ അമ്മായിയപ്പനെ മാനം കാക്ക ഇറങ്ങിയതാ. അവസാനം ഞാൻ വീടിന് പുറത്ത്.